വെൽക്കം ടു എജ്യൂഫുഡ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അല്ലെ 5ാം ക്ലാസ്സിലാണ്, ഹിന്ദി ആദ്യമായിട്ട് പഠിക്കുകയാണ്, പുതിയ സിലബസ് ആണ്, നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ അങ്ങനെയൊന്നും ആലോചിച്ച് മിസ്സിന്റെ മക്കൾ ആരും പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. അതപ്പോ നമ്മുടെ എജ്യൂഫോർട്ടിന്റെ കൂടെ നമുക്ക് നന്നായി നല്ല ഗംഭീരമായിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്തൊക്കെയായിരിക്കും നമ്മുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്നത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നോക്കാം. അപ്പൊ നോക്കിക്കോളൂ, സഹി മിലാൻ കരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാച്ച് ദ ഫോളോയിങ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് സിമ്പിൾ ആണ്. നോക്കിക്കോളൂ, ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു തിത്ലി, അതായത് എന്താണ്, സോറി മിസ് ഹിന്ദിയിൽ പറഞ്ഞു അല്ലെ, ബട്ടർഫ്ലൈ, ഒരു പൂമ്പാറ്റയെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയറൽ, ഒരു അണ്ണാന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കിളിക്കുട്ടി അല്ലെ, കിളിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, കുരങ്ങൻ, നമ്മുടെ മങ്കിയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് മിക്സ് മാച്ച് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ നമ്മള് ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈയെ നമ്മൾ ഹിന്ദിയിൽ എന്താണ് പറയാ? അങ്ങോട്ട് നമ്മൾ വരയ്ക്കുക, എന്നിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ബട്ടർഫ്ലൈക്ക് പറയുന്നത് എന്താണ്? തിത്ലി എന്നാണ്. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി നോക്കൂ, അണ്ണാനാണ് കൊടുത്തിട്ടുള്ളത്. അണ്ണാനെ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ഗിൽഹരി എന്നാണ്. അപ്പൊ മിസ് ഇതാ ഗിൽഹരിയിലോട്ട് വരച്ചു. അടുത്തതായിട്ട് നമ്മൾ പക്ഷിയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷിയെ നമ്മൾ ചിടിയ എന്നാണ് പറയാ. അപ്പൊ നമ്മൾ ചിടിയയിലേക്ക് കൊടുത്തു. അടുത്തതായിട്ട് മങ്കിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. മങ്കിയെ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ബന്ദർ എന്നാണ്. അപ്പൊ നമ്മൾ ഇതാ നമ്മുടെ പൂമ്പാറ്റയെ പറയുന്നത് തിത്ലി എന്നാണ്. അണ്ണാനെ നമ്മൾ പറയുന്നത് സ്ക്വിറൽ അല്ലെ, ഗിൽഹരി എന്നാണ്. പക്ഷിയെ നമ്മൾ പറയുന്നത് ചിടിയ എന്നാണ്. മങ്കിയെ നമ്മൾ പറയുന്നത് ബന്ദർ എന്നാണ്. അപ്പൊ ഇതുപോലെ ചിത്രം തന്നിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ എഴുതുക. അപ്പൊ മിസ് പറയാം, നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ. അതിൽ കുറച്ച് ആനിമൽസിന്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജീവികളുടെയും ഒക്കെ പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ആ പേരുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 5ാം ക്ലാസ്സിലാണ്, നമുക്ക് വലിയ അല്ലെ 10 സെന്റൻസിന്റെ ഡയറിയോ ലെറ്ററോ ഫോർമാറ്റോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ വരുള്ളൂ. അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 90% മാർക്ക് കിട്ടാനുള്ള സംഭവങ്ങൾ നമ്മുടെ 5ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ കുറച്ച് നന്നായിട്ട് ഇച്ചിരി പഠിക്കുക, നന്നായിട്ട് യുക്തി ഉപയോഗിച്ച് ലോജിക് ഒക്കെ ഉപയോഗിച്ച് എഴുതാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഹിന്ദി. അപ്പൊ ആരും പേടിക്കേണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മൃഗങ്ങളുടെ പേരുകൾ ഹിന്ദിയിൽ എങ്ങനെയാണ് വരാ എന്ന് പഠിച്ചു വെക്കുക, അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളതും പഠിച്ചു വെക്കാം. ഓക്കെ, റെഡി? ക്ലിയർ ആണോ? ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് നോക്കിക്കോളൂ, ലിഖേ ദേഖേ. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ, ഇതിൽ കുറെ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്. വാക്യ ബനായി എന്നാണ് പറയുന്നത്. പേട് കെ ഊപ്പർ, പേടിന്റെ മുകളിൽ അല്ലെ, ഊപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുകളിൽ എന്നാണ്. അതുപോലെ പേട് കെ നീച്ചെ എന്ന് പറഞ്ഞാല് താഴെ അല്ലെ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പേട് കെ ഊപ്പർ ഉള്ളത്? പേടിന്റെ മുകളിൽ, അതായത് മരത്തിന് മുകളിലുള്ളത് നോക്കാം. പേട് കെ ഊപ്പർ ബഗുല ഹെ, കൊക്കുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പേട് കെ ഊപ്പർ തത്തയുണ്ട് അല്ലെ. അപ്പൊ നോക്കാം, പേട് കെ ഊപ്പർ ക്യാ ഹെ? പേട് കെ ഊപ്പർ തോത്താ ഹെ അല്ലെ, തോത്താ ഹെ, നമ്മുടെ തത്തയുണ്ട്. ഇനി എന്താണുള്ളത്? പേട് കെ ഊപ്പർ ഗിൽഹരി ഹെ. പേട് കെ ഊപ്പർ എന്താണുള്ളത്? പേട് കെ ഊപ്പർ ഗിൽഹരി ഹെ, അണ്ണാൻ കുഞ്ഞുണ്ട് അല്ലെ. പിന്നെ എന്താണുള്ളത്? പേട് കെ ഊപ്പർ ബന്ദർ ഹെ, കുരങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പേട് കെ ഊപ്പർ നമ്മുടെ ബന്ദർ ഹെ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെ പേട് കെ നീച്ചെ എന്തൊക്കെയാണുള്ളത്? ഗായ് എന്ന് പറഞ്ഞു, പശു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി കുതിരയാണ്. കുതിരയ്ക്ക് നമ്മൾ ഘോഡ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ എഴുതുക? പേട് കെ നീച്ചെ ഘോഡ ഹെ. അടുത്തത് എങ്ങനെയാണ് വരിക? താഴെ ഒരു ആനിമൽ ആയിട്ട് ഹാത്തി കൊടുത്തിട്ടുണ്ട് അല്ലെ, ആനയെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പേട് കെ നീച്ചെ, മരത്തിന്റെ താഴെ ഹാത്തി ഉണ്ട് എന്ന് കൊടുക്കാം. അതുപോലെ പേട് കെ നീച്ചെ വേറെ എന്താണുള്ളത്? ജിറാഫ് ഉണ്ട്. പേട് കെ നീച്ചെ ജിറാഫ് ഹെ എന്നും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ പേട് കെ നീച്ചെ, ഈ 2 വാക്കുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഊപ്പർ നീച്ചെ, ഊപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ, നീച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ. ഓക്കെ, ഊപ്പർ മുകളിൽ, നീച്ചെ താഴെ. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി? ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ, ഉചിത സന്ദേശ് ജോഡെ പോസ്റ്റർ കി പൂർത്തി കരെ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് തന്നുകൊണ്ട്, ഇപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക് തന്നുകൊണ്ട് നിങ്ങളോട് പോസ്റ്റർ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, നല്ല ഭംഗിയായിട്ട് ഒരു ബോർഡർ വരയ്ക്കുക അല്ലെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ നന്നായി ബോർഡർ ഒക്കെ വരയ്ക്കുക. ഒരു ചിത്രം പറ്റുവാണെങ്കിൽ വരയ്ക്കുക. അപ്പൊ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉചിത സന്ദേശവാക്കി ജോഡെ
പോസ്റ്റർ പൂർത്തീകരി. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 1-2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതാണ് മാച്ച് ആയിട്ട് വരിക നമുക്ക് നോക്കാം. പേട് ലഗായെ ഹരിയാലി ഫെലായെ, മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് പച്ചപ്പ് നിറയ്ക്കൂ. പാനി അമൂല്യ ഹെ, ജലം അമൂല്യമാണ്. ജയ് ജീവൻ കാ ആധാർ ഹെ, ജലം ജീവിതത്തിന്റെ ആധാരമാണ്. അപ്പൊ ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇത് ബന്ധിപ്പിക്കാൻ പറ്റുന്നത് പേട് ലഗായെ ഒരു ഹരിയാലി ബച്ചായ് ഫൈലായെ എന്നാണ് അല്ലെ. മരങ്ങൾ വെച്ച് പിടിപ്പിക്കൂ, എന്താണ്, ഹരിയാലി ഫലായെ, പച്ചപ്പ് നിറയ്ക്കൂ. ഓക്കെ, അപ്പൊ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് പോസ്റ്റർ എഴുതാനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ആൻസർ എഴുതാനായിട്ട് നോക്കാം. ഓക്കെ, റെഡി, ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആരും തന്നെ നമ്മുടെ എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട. നമ്മൾ എജു പോയിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമുക്ക് നന്നായി നല്ല അടിപൊളിയായിട്ട് നമുക്ക് എക്സാമിന് വേണ്ടി പഠിച്ച് നല്ല ഫുൾ മാർക്ക് വാങ്ങിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.